തിന്നിട്ട് മരിച്ചാണ് മരിച്ചേ. ഇന്റെ കുട്ടി തിന്നോളി, മരിച്ചാലും തീറ്റ തന്നെയല്ലേ 3, 7 അടിയന്തരൊക്കെ ആയിട്ട്. പാനെ നോക്കണം പാന്റെ കുട്ടി. ഇവിടുത്തെ ആ മൂത്ത ബലാകാഞ്ഞാ മതി കേട്ടോ. ഇന്നെ കുറിച്ച് പറഞ്ഞവിടെ നിങ്ങൾ ഓനെ തിരിച്ചോളി. ഇന്നെ തിന്നാൻ നടക്കല്ലോ. ഞാൻ അന്നത്തെ പറ്റിയത്തും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ തിന്നിരിക്കുന്ന പണി മാത്രല്ലേ ഉള്ളൂ. ആ ഒരു പണി ചാത്തൽക്ക് ഒരു പണിയാണല്ലേ. നിങ്ങളൊരു ഒറ്റ ഒരാളെ ഈ ചക്കനെ കൊലത്തിനെ നാസാക്കണം ഇവിടെ. ഞാൻ നാസക്ക് പോണോ നാസാണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇതേ ബാപ്പ എന്റെ പേരിൽ എഴുതുന്ന പേരെ ഇറങ്ങട പുറത്ത്. എന്താ ചെൽസി എന്റെ പേരെ ബാപ്പാര് കാലശേഷം എഴുതി വെച്ചിട്ട് ചിലക്കാൻ നിക്കടാ. കുട്ടീനെ കൊന്ന ചേച്ചി. അതെ ഓന്റെ അഭിനയാണ്. ചലക്കാൻ പോയി വണ്ടി കുളിച്ചോണ്ടാകാൻ എന്റെ കുട്ടിനെ ആശുപത്രിക്ക് കൊണ്ടാകാൻ. എന്റെ കുട്ടിക്ക് എത്തില്ല കേട്ടോ, സാരല്ല. എത്ര സിസ്റ്റർ എന്റെ കുട്ടിക്ക് പറ്റിയേ? എന്ത് സൂചിക്കലാ വെച്ചത്? കൊല്ലാൻ കൊണ്ടുവന്നതല്ല എന്റെ കുട്ടീനെ. ഇത് അറിയണോലെ ആരും ഇല്ല ഇവിടെ. എവിടുന്നാ അത് പഠിച്ചു വരുന്നേ? ഇങ്ങനെ മനസ്സിനെ സൂചിക്കല് നന്നായിട്ട് അമർത്തില്ല. സാരില്ല ഇവിടെ വേറെ ആരും ഇല്ലേ? എന്താ സാറേ ഇത്? ഒരു സൂചി വെച്ചുകൊണ്ട് എന്റെ കുട്ടിനെ കൈകാൻ കൊത്തി വലിച്ച മാതിരി ഒന്നായിട്ട് കൊത്തി കീറി. ഇല്ല എന്റെ മോന്റെ ചെറിയനെ അങ്ങോട്ട് കിടന്നേ. പൂച്ച മാതിയതാണല്ലേ? കണ്ണടച്ച് കിടന്നോളൂ കേട്ടോ. ഒരു ഇഞ്ചക്ഷൻ എടുക്കാണേ. കഴിഞ്ഞു കേട്ടോ. ബില്ലടച്ചോളൂ. കണ്ണടച്ച് തുറന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞോ? ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞു വെക്ക. രോഗി അറിയാതെ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു നഴ്സിന്റെ കഴിവ്. ഇതൊന്നങ്ങോട്ട് മാറി എന്റെ കുട്ടിനെ കാട്ടി ഈ കോലത്തിലാക്കിയാണ്ട് എവിടുന്ന് അതൊക്കെ പഠിച്ചെന്ന് ഇനി ബില്ലും അടക്കണല്ലോ. ഇഞ്ചക്ഷൻ കണ്ണടച്ച് തുറന്നപ്പോ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാണ്. ബില്ലടക്കാൻ പറഞ്ഞാണ്. ഇത് വെച്ചണോ ഇല്ലെന്ന് ആർക്കും അറിയാം. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം. ഇതിലിപ്പോ ബിച്ചാപ്പുവിന്റെ മകൻ ഇഞ്ചക്ഷൻ എടുത്തത് വേദനിച്ചു എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? നിങ്ങളുടെ ഇഞ്ചക്ഷൻ എടുത്തത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ഇഞ്ചക്ഷൻ എടുത്ത കുട്ടി ഇവിടെ ട്രെയിനിങ്ങിന് വന്നതാ. ഏതോ ഫേക്ക് ആയിട്ടുള്ള നഴ്സിംഗ് കോഴ്സ് പഠിച്ചു വന്നുകൊണ്ട് കയറിയതാന്നുള്ള പിന്നെയാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് എന്തായാലും അതിൽ പരിഹാരം കാണാൻ കുട്ടിയെ പിരിച്ചുവിടാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നുണ്ട് മാനേജ്മെന്റ്. നേരെ മറിച്ച് മൊയ്തീൻകാക്ക് ഇഞ്ചക്ഷൻ എടുത്തത് മൊയ്തീൻകാക്ക് അറിഞ്ഞില്ല എന്നുള്ളതാണ് പരാതി. അപ്പൊ മൊയ്തീൻകാന്റെ ഇഞ്ചക്ഷൻ എടുത്തത് നിമിഷ നേരം കൊണ്ട് ആ കുട്ടി എടുത്തു. ഒരു രോഗിയെ പോലും വേദനിപ്പിക്കാത്ത രീതിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ആ കുട്ടി പഠിച്ചത് നഴ്സിംഗിന് ഏറ്റവും പേര് കേട്ട തിരുവനന്തപുരത്തെ മദർ തെരേസയിലാണ് പഠിച്ചത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നഴ്സിംഗിന് ഏത് മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണം. അതിന്റെ ക്വാളിറ്റി ആ കുട്ടിയിലുണ്ട്. അല്ലാതെ എടുത്തിട്ടില്ല എന്നല്ല, എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് രണ്ടുപേരുടെയും പ്രശ്നം പരിഹരിക്കാം. അതാണ്. അപ്പൊ മക്കളെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നഴ്സിംഗിനൊക്കെ പഠിക്കുമ്പോൾ നല്ല സ്ഥാപനത്തിൽ പഠിപ്പിക്കണം. അതിന് ഏറ്റവും പേര് കേട്ട ഒന്നാണ് തിരുവനന്തപുരത്തെ മദർ തെരേസ. നഴ്സുമാരെന്നാൽ മാലാഖമാരാണ്, അല്ലാതെ കാലന്മാരല്ല. മക്കളെ നഴ്സിംഗിന് പഠിപ്പിക്കുവാൻ മദർ തെരേസ ബെസ്റ്റ് ഓപ്ഷനാണ്. മദർ തെരേസ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ്, MG റോഡ്, തിരുവനന്തപുരം.